സിനിമ, ആൽബം, നാടകം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4000 പാട്ട് കടന്നു എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ്. ഇത് കുത്തിയിരുന്ന് എഴുതിയോ എന്ന് ചോദിക്കേണ്ടി വരും. ഇല്ലേ, 30 വർഷം. വർഷങ്ങൾ 30 വർഷമായി. എനിക്കിപ്പോൾ 50 ആകുന്നു. പക്ഷേ ഈ 30 വർഷങ്ങൾക്കിടയ്ക്ക് സംഭവിച്ചതാണ്. ചെറുപ്പത്തിൽ എഴുതി തുടങ്ങാൻ പറ്റി. അതെ, ചെറുപ്പത്തിൽ എഴുത തുടങ്ങാൻ പറ്റിയെന്നല്ല, ഓരോ നിമിഷങ്ങളും നമുക്ക് അവസരങ്ങൾ തേടിയെത്തി. ഈ നിമിഷവും ഒരു 2-3 പാട്ട് എഴുതിയിട്ട് ഇരിക്കുകയാണ് പൈസ മേടിച്ചിട്ട്. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഏകദേശം 250ഓളം പ്രൊഫഷണൽ നാടകങ്ങളുണ്ട്. KPSC ഒഴിച്ച് എല്ലാ പ്രൊഫഷണൽ നാടകത്തിലും എഴുതിയിട്ടുണ്ട്. കാളിദാസ കലാകേന്ദ്രത്തിന് വരെ. കാളിദാസ കലാകേന്ദ്രത്തിൽ ON സാർ ആസ്ഥാന പാട്ടെഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേ എന്നെ വിളിച്ചിട്ടുണ്ട് പാട്ടെഴുതാൻ. കേരളത്തിലെ എല്ലാ സമിതികൾക്കും. ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് എന്നെ കൂടുതൽ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളിലും എന്നെ സജീവമായി പങ്കെടുപ്പിച്ചു. പിന്നെ പുതിയ ഹേമന്തും രാജേഷ് ഇരളവും ഒക്കെ അങ്ങനെ എല്ലാവരും എന്നെ അംഗീകരിച്ചു. അതിനുശേഷം ഞാൻ ഓഡിയോ കാസറ്റ് രംഗത്ത് വന്നു 97. അപ്പോൾ അത് വേറൊരു രംഗമാണ്. മാഗ്ന സൗണ്ടും തരംഗിണിയും ജോണി സാഗരികയും ഈസ്റ്റ് കോസ്റ്റും ഒക്കെ ഉൾപ്പെടെ, സർഗവും ഒക്കെ ഉൾപ്പെടെയുള്ള ആ കാസറ്റ് രംഗത്തും എനിക്ക് സജീവമായി നിൽക്കാൻ കഴിഞ്ഞു. ഈ തരംഗിണി ഉൾപ്പെടെയുള്ള രംഗത്തൊക്കെ പാട്ടെഴുതി. ഇപ്പോൾ പഴവങ്ങാടി ഗണേശനും അഷ്ടി പോലും അന്യമായ എൻ്റെ ശിഷ്ടജന്മം, അങ്ങനെയുള്ള പിന്നെ ഓം ഗണനാഥം എന്ന ആൽബമൊക്കെ എനിക്ക് തരംഗിണി എന്ന് കിട്ടിയതാണ്. അതേപോലെ തന്നെ MG ശ്രീകുമാറുമായിട്ട് ഒരുപാട് ഭക്തിഗാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, നാടകത്തിൽ MK അർജുനൻ, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, വൈപ്പിൻ സുരേന്ദ്രൻ, കലവൂർ ബാലൻ. കാസറ്റ് രംഗത്താണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, അതുപോലെ തന്നെ MG രാധാകൃഷ്ണൻ, TS രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്, ജയവിജയ. സിനിമയിലാണെങ്കിൽ സാക്ഷാൽ മോഹൻ സിത്താര, അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷുമായിട്ട് കാസറ്റിൽ ചെയ്തു. അതുപോലെ അതെ, അഞ്ചലൊരാജനിൽ ദേവി നീയൻ ആദ്യാനുരാഗം, നെഞ്ചം പണ്ടേ മൂളുന്നൊരീണം എന്നൊരു പാട്ട്. അതുപോലെ ഔസപ്പൻ ചേട്ടനുമായിട്ട് ഹെയ്ലസ, വിദ്യാസാഗറുമായിട്ട് നാടോടി മന്നൻ. അതുപോലെ MG ശ്രീകുമാർ 12 സിനിമയിലാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അതായത് 10 സിനിമയിലും എന്നെയാണ് വിളിച്ചത്. അദ്ദേഹം നിർമ്മിച്ച സിനിമയിലും എന്നെ വിളിച്ചു. അത് ഭയങ്കര സംഭവം. അതെ, എന്നോട് വലിയ ഇഷ്ടമാണ്. എന്നെ വലിയ കാര്യം. ഞങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ സൗന്ദര്യപ്പണക്കം ആത്മബോധത്തിന്റെ ഫലമാണ്. അല്ലാതെ ഞാനിപ്പോൾ ബിൽ ക്ലിന്റണുമായി പിണങ്ങിയെന്ന് പറയാൻ നോക്കൂ. ഞങ്ങൾ കാണുന്നില്ലല്ലോ. പിണങ്ങുന്നത് അടുത്തിരിക്കുന്നവർ തമ്മിലാണ്, അല്ലേ? അടുത്തിരിക്കുന്നവർ തമ്മിലാണ് എപ്പോഴും പിണങ്ങുന്നത്. അപ്പോഴേ ആത്മബന്ധം ഉണ്ടാവും. ആത്മബന്ധത്തിന് ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലേ, നമ്മൾ അടുത്തിരിക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് MG ശ്രീകുമാർ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം എനിക്ക് ആത്മബന്ധമുള്ള എഴുത്തുകാരനാണ്. അതൊക്കെ വലിയൊരു പുരസ്കാരമാണ്. അതുപോലെ തന്നെ രാജീവേട്ടനെ M കുമരൻ സാറിൻ്റെ ആകാശഗോപുരത്തിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു വേറൊരു ഡിഫറെന്റ് പടമാണ്. അങ്ങനെ ഒരു വലിയ ഒരു ഇന്റർനാഷണൽ ആ സിനിമയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞൊരു പാട്ടുണ്ട്, എൻ്റെ സംഗീത സംവിധായകൻ നാളെ രാവിലെ വരും എന്ന് പറഞ്ഞു. ഞാനോർത്തു നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നല്ല സംഗീത സംവിധായകരായിരിക്കും, ജാസി ഗിഫ്റ്റിനെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കഷണ്ടി മൊത്തം മുടിയില്ലാത്തൊരാൾ അദ്ദേഹം മുമ്പിലിരിക്കുന്നത്. പേര് അന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും വലിയ ഉൾപ്ലവമൊന്നും തോന്നിയില്ല. ജോൺ ആൾട്ട്മാൻ. ഇത് ടൈറ്റാനിക്കിന്റെ സംഗീത സംവിധായകനാണ്, പശ്ചാത്തല സംഗീതം ഒരുക്കിയ ആളാണ്. ഒന്നും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ അറിവ് കുറവാണ്, പക്ഷേ ആഗ്രഹം കൂടുതലായതുകൊണ്ട് അതിന് കുറച്ച് ഗുണങ്ങളും ഉണ്ടാവും. നമുക്ക് അന്ധമായ ആരാധന ഇല്ലാതെ, പേടിയില്ലാതെ മുമ്പിൽ ഇരിക്കാൻ തോന്നി ആ സമയത്ത്. അതേപോലെ തന്നെയാണ് ഈ നാടകവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു വേറൊരു ഏരിയയാണ്. ഒരു കാലത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ആ ഏരിയയിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രാജീവേട്ടൻ. തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ 30 വർഷക്കാലം നാടകത്തിൽ പാട്ടെഴുതി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സജീവമായ ആൾക്കാർ എൻ്റെ തലമുറയിലില്ല. അത് ഈ സിനിമയിലും നാടകത്തിലും ആൽബത്തിലും കൂടി ഇത്രയും പാട്ടുകൾ എഴുതി എൻ്റെ തലമുറയിൽ മറ്റൊരാളില്ല. ഇതൊരു വലിയ ഗമയായിട്ട് പറയുന്നതല്ല, അങ്ങനെ സജീവമായി ആരും സഞ്ചരിക്കുന്നില്ല. ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് തരാൻ നേരത്ത് വയസ്സ് അന്ന് 37 കഴിഞ്ഞപ്പോൾ, 37 വയസ്സിൽ ഇത് തരരുത് എന്ന് തീരുമാനം കമ്മിറ്റിക്കുണ്ടായി. അപ്പോൾ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി എന്ന ചെയർമാൻ അവരോട് പറഞ്ഞത്, അദ്ദേഹം എന്നോട് പിന്നീട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാവരും മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞു. ആ പറച്ചിൽ എന്നെ ആ രാത്രി ഞാൻ ഉറങ്ങാതെ കണ്ണ് നിറഞ്ഞത് താലോലിച്ചു ആ വാക്ക്. അയാൾ 10-25 വർഷമായി അന്ന് ഈ തരുമ്പോൾ ഈ രംഗത്ത് നിൽക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിച്ച് കാണും ഡോക്ടറാകാനോ എഞ്ചിനീയറാകാനോ, പഠിപ്പിച്ചത് അങ്ങനെയൊക്കെ ആയിരിക്കും.
അയാളും ചിലപ്പോൾ അത് സ്വപ്നം കണ്ടു കാണും. അയാൾ വഴിതെറ്റി വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു. അയാളുടെ തലമുറയിൽ ഇത്രയൊന്നും എഴുതിയ ആളില്ല. അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ പുറകെ ഇങ്ങനെയൊന്നും എഴുതാനും പാടാനൊന്നും ആരും ഉണ്ടാവില്ല. അയാൾക്ക് കൊടുക്കണം. കാര്യം ഇത്രയും നാടകത്തിലും സംഗീത നാടക അക്കാദമിയാണ്. അപ്പോൾ കാസറ്റും നാടകവും കൂടി ഇത്രയും സംഭാവന ചെയ്ത മറ്റൊരാളിൽ നമുക്ക് അയാൾക്ക് കൊടുത്തേ പറ്റൂ. അയാളുടെ പ്രായം പരിഗണിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. അതെന്നെ വല്ലാത്ത ഈ 38 വയസ്സിന് മുമ്പ് എഴുതിയ പാട്ടുകൾ ഈ 84 വയസ്സിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രീകുമാരൻ സാറിൻ്റെ ജീവിതത്തിൻ്റെ എപ്പോഴും ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പാട്ടുകളും വയലാറിൻ്റെയാണെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വട്ടം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ അദ്ദേഹം വളരെ മഹാഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഈ അരയക്കുടി രാമാനുജയ്യങ്കാർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഗീതജ്ഞനുണ്ട്. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ശരിയല്ല എന്നല്ല ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു 3-4 വർഷമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അരയക്കുടി പറഞ്ഞ മറുപടി, 3-4 വർഷമായി ഞാനല്ല ശരിയായത്, താങ്കളാണ്. അപ്പോൾ ഇനി കുറേയൊക്കെ ഈ ശരിയാകാൻ കുറേ ആൾക്കാർ കൂടെ ബാക്കിയുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊക്കെ എഴുതിയെല്ലാം അംഗീകരിക്കുന്നതാണ് പ്രതീക്ഷ. അതേപോലെ തന്നെ രാജുവേട്ട, ബിജു തിരുമല എന്ന ഈ ഗാനരചയിതാക്കളിൽ ശരിക്കും പറഞ്ഞ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കവിയല്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗംഭീര വർക്കുകളുണ്ട്. ബിജു തിരുമലയെക്കുറിച്ച് ശരിക്കും രാജുവേട്ടൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുക. ബിജു തിരുമല എങ്ങനെയാണ് നമ്മുടെ ബിജു തിരുമല എന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി ഒരു മഹാകവിയേക്കാൾ വലുതാണ്. ഈ നേരത്തെ പാട്ടെഴുത്തുകാരായി പോയതുകൊണ്ട് ഇനി എത്ര മഹാകാവ്യങ്ങൾ എഴുതിയാലും ഗാനരചയിതാക്കൾ എന്നറിയപ്പെടേണ്ട ദുര്യോഗമുള്ളവരുണ്ട്. അതിലൊരാൾ ഗിരീഷ് പുത്തഞ്ചേരിയാണല്ലോ. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീണു എന്ന് ഒരു കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടത്തെ ഒരു സന്ധ്യയ്ക്ക് വരച്ചിടാൻ പറയുമ്പോൾ, ലോകത്ത് ജനിച്ച ഏത് മഹാകവിയേക്കാൾ വലുതാണ് ഒരു മിനിമം ഗാനരചയിതാവ്. കാര്യം ഒരു മഹാകവിക്ക് 4 കാമുകിയെ പിരിഞ്ഞു പോകും മാക്സിമം. 400 കാമുകി പിരിഞ്ഞു പോയിട്ടും 401ാമത്തെ കാമുകിക്കും ഈ നിലാവും ആകാശവും ഭൂമിയും കൊണ്ട് ഇമേജ് ഉണ്ടാക്കാൻ ഒരു മുറിക്കകത്ത് കുത്തിയിരിക്കുന്നവനെ പോയിട്ട് തൊഴണം. ഉറപ്പായിട്ടും അല്ലേ? മഹാകവി ചിലപ്പോൾ 2-3 കാമുകിമാർ കഴിഞ്ഞിട്ട് പിന്നെയും വിരഹം എഴുതിയ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി, പ്രണയം തന്നെയാണോ പണി എന്ന് ഭാര്യ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ മക്കൾ ചോദിച്ചേക്കാം, അല്ലേ? അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ചോദിക്കും, അല്ലേ? അങ്ങനെയാണോ സാക്ഷാൽ ചങ്ങമ്പുഴയോട് ചോദിച്ച് നമ്മൾ അദ്ദേഹത്തെ മോശക്കാരനാക്കിയത്? ഗാനരചയിതാവിന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗാനരചയിതാവ് അങ്ങനെയുള്ള ഒരാളാണ് ശ്രീ ബിജു തിരുമല. അത്ഭുതകരമായ വാക്കുകൾ. ഒരുപക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വാക്കുകൾ 2 വാക്കുകൾ കൂട്ടിച്ചേർന്നിട്ട് 3ാമത്തെ ഒരു വാക്കല്ല, നക്ഷത്രമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലം ഉണ്ടല്ലോ. ആ ഇന്ദ്രജാലം ഗിരീഷ് ഏട്ടനൊക്കെ അത്ഭുതത്തോടെ തൊഴുകൈകളോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിജു തിരുമല എന്നെ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ബിജു തിരുമലയാണെന്ന് ഗിരീഷ് ഏട്ടൻ പലവട്ടം പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. അത്രയേറെ അത്ഭുത സിദ്ധിയുള്ള ഒരു എഴുത്തുകാരനാണ്. ശരിക്കും ചില കാര്യങ്ങളിൽ നമുക്ക് ചില ഭാഗ്യവും കൂടെ കിട്ടും. നാടിനെ കുറിച്ച് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കുട്ടനാടെന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എഴുത്തുകാർക്ക് ഒരു പ്രചോദനമാണ്. പക്ഷെ രാജീവേട്ടനും അത് കറക്റ്റായിട്ട് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വരച്ചിടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടില്ല ചിലപ്പോൾ. ഇപ്പോഴത്തെ ഒരു സിനിമ സാഹചര്യത്തിൽ അതൊക്കെ വളരെ വിരളമാണ്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിൽ ബാക്കി പാട്ടുകളൊക്കെ മറ്റൊരു ഗാനരചയിതാവ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട് മാത്രം ഉള്ളപ്പോഴാണ് ശ്രീ കുഞ്ചാക്കോ ബോബൻ, പ്രിയപ്പെട്ട ചാക്കോച്ചൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒരു പാട്ടുണ്ട് ഡയറക്ടർ വിളിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം എന്നെ വിളിച്ചു. താമരപ്പൂ തേൻകുറുമ്പ് മേരിക്കൊരാൺകുരുന്ന് കാറ്റലയും കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്ക്. കാര്യം ഒരു മകനും അമ്മയും കൂടെ താമസിക്കുകയാണ്. വളരെ കുസൃതി കുറുമ്പൊക്കെയുള്ള ഒരു മകനും ഒരു അമ്മയും. അത് താമരപ്പൂ തേൻകുറുമ്പാണവൻ, മേരിക്കൊരാൺകുരുന്നാണ്, കാറ്റലയുന്ന കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്കാണവൻ എന്ന് വരച്ചിടാനുള്ളൊരു ഭാഗ്യം. അതിൻ്റെ അകത്ത് തന്നെയാണ് ആലപ്പുഴ വളവിൽ കളിചിരിയാടണതാരപ്പ എന്നെഴുതിയത്. ആലപ്പുഴ വളവ് എന്ന് പറയുന്നത് ഈ നമ്മുടെ അരൂർ എന്ന സ്ഥലത്ത് നിന്ന് ആലപ്പുഴ വരെ വളവൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാമായിരുന്നു എന്നാണ് പണ്ട്. ആ വളവ് മാത്രമാണ് ശവക്കോട്ടപ്പാലം നമ്മളിപ്പോൾ പറയുന്ന ആ വളവ് ആലപ്പുഴ വളവെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു 40 വർഷം മുമ്പൊക്കെ അങ്ങനെ സ്ഥിരം പറയുമായിരുന്നു. ഞങ്ങളുടെ നാട് ചേർത്തലയിൽ നിന്നൊക്കെ കയറുൽപ്പന്നങ്ങളുമായി ഈ പട്ടണത്തിലേക്ക്, ആലപ്പുഴ പട്ടണത്തിലേക്ക് കട്ടവണ്ടി ചക്കടാവണ്ടിയും വലിച്ചുകൊണ്ട് പോയി ഒന്ന് ആൾക്കാർ ആലപ്പുഴ വളവ് വെച്ച് കാണാം എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇത് വലിക്കുന്നത്. ഉദയ സ്റ്റുഡിയോയുടെ വാതിക്കലെത്തുമ്പോൾ ഇവരൊക്കെ പതുക്കെ വണ്ടി നിർത്തി അത്ഭുതമായി നോക്കുമായിരുന്നു. ആ ഒരു പണ്ട് ആൾക്കാർ പറഞ്ഞ ആ വാക്ക്
ആലപ്പുഴ വളവെന്ന് എനിക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു. അതിൽ കൈനകരി കോണിൽ കൊടിപാറും കാലം തുടികൊട്ടും കുട്ടനാട് എന്നൊരു പ്രയോഗമുണ്ട്. സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞാണ് ഇത് എഴുതിയത്. ഇന്നസെൻ്റ് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തും എഴുതാം നമുക്കവിടെ ലഭിച്ച ട്യൂണിൽ. പക്ഷെ കൈനകരിയിലാണ് ആദ്യത്തെ കർഷക സമരം നടന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നമുക്ക് വിചാരിക്കാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തി ആ സിനിമയെയും ആ കഥാഗതിയെയും വളർത്താനും നമ്മുടെ നാടിനെ സൂത്രത്തിൽ അടയാളപ്പെടുത്താനും കഴിയും. ഇങ്ങനെ തന്നെയാണ് വെട്ടം തട്ടും വട്ടക്കായൽ തിട്ടയിലോടും തൊട്ടാവാടി ചൊട്ടത്തെങ്ങിൻ ചോട്ടിൽ നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി എന്ന് നാദിർഷയുടെ ഈണത്തിൽ ആനക്കള്ളൻ എന്ന സിനിമയിൽ പാട്ട് എഴുതിയത്. അതുപോലെ തന്നെയാണ് ഒരു സക്സസ് ആയ സിനിമ റോമൻസ് എന്ന സിനിമയിൽ കിഴക്കൻ പ്രദേശത്തെ രണ്ട് അച്ഛന്മാരുടെ തമാശകളാണ്. ആ സമയത്ത് പടിഞ്ഞാറുള്ള അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് എഴുതേണ്ട കാര്യമേ ഇല്ല. ലഭിച്ച ട്യൂണിൽ അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം, അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം എന്നെഴുതിയപ്പോൾ രണ്ട് മാറ്റം ഉണ്ടായി. ഒന്ന്, 40 വർഷങ്ങൾക്ക് ശേഷം ചെമ്മീനിൽ ആരാധ്യനായ വയലാർ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോളുതാ കടലമ്മ എന്ന് എഴുതിയതിന് ശേഷം ഒരു സിനിമാ പാട്ടിൽ അർത്തുങ്കൽ പള്ളി വരികയാണ്. അതെൻ്റെ നാടായതുകൊണ്ട് എനിക്കെൻ്റെ നാടിനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ അർത്തുങ്കൽ പള്ളിയിൽ ഈശോ അല്ല സെബസ്റ്റ്യാനോസ് ആണ് എന്ന് പലരും പറഞ്ഞപ്പോഴും സെബസ്റ്റ്യാനോസ് ഈശോ ഉള്ളത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റിയ രീതിയിലൊരു പാട്ടിൽ, അർത്തുങ്കൽ പള്ളിയിലെ പാട്ടിൽ ഈശോയെ നന്നായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. കാര്യം കുർബാനയും ഇതൊക്കെ പിന്നെ ഓശാനയും ഒക്കെ കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് അവിടെ പുണ്യാളനെ പറയേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു വലിയ മാധ്യമത്തിലൂടെ നമ്മുടെ എളിയ വിചാരങ്ങളെ കടത്തിവിടുമ്പോൾ ആ വിചാരങ്ങൾക്കൊരു ഉദാത്തത ഉണ്ടാവും. ഇത് പണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ പലരും. ഇപ്പോൾ ലൈൻ ബസ് എന്ന സിനിമ ഇല്ലേ, ലൈൻ ബസ് എന്ന സിനിമയിൽ ജയഭാരതിയും കൂട്ടുകാരികളും കൂടെ പിക്നിക്കിന് പോവുകയാണ്. അപ്പോൾ വണ്ടി കേടായി പോകും. അപ്പോൾ ടയർ നന്നായിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അദ്വൈതം ജനിച്ച നാട്ടിൽ, ഒരു ബന്ധവും ഇല്ല സിനിമ. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി ഒരു നല്ല പാട്ട് ഫിറ്റ് ചെയ്യണം. ആ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടിൻ്റെ കാര്യമില്ല. പക്ഷെ ആ സിനിമയേക്കാൾ ആ കാലത്തേക്കാൾ ഉദാത്തമായ കാലാതിവർത്തിയായ ഒരു മെസ്സേജ് ഒരു കവി ഒരു വലിയ മാധ്യമത്തിലൂടെ നമുക്ക് നൽകുകയാണത്. ഇങ്ങനെ നമുക്കൊക്കെ ചെറിയ പൊടിക്കൈകൾ പ്രയോഗിക്കാം അതിന് പറ്റിയെന്നത്. അതേപോലെ തന്നെയാണ് ഈ ആൽബം സോങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബാലഭാസ്കറിനെ പറയണം. ആദ്യ കാലഘട്ടത്തിലെ പാട്ടുകൾ ആൽബം സോങ്സിന്റെ രാജാവായിരുന്നു ബാലഭാസ്കർ എന്ന് പറയുന്നത്. ബാലഭാസ്കറിനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? ബാലുവും ഞാനും കൂടി ഉള്ള യാത്ര, ചെന്നൈയിലേക്കുള്ള യാത്ര, ചിത്ര ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുന്നു. ഞങ്ങളന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പാട്ടുണ്ടാക്കാനിരുന്നു. നിലാമഴ ഇതോ കിനാമഴ, അരികെ ആർദ്രമായി ഈ പ്രണയ രാമഴ എന്നൊക്കെ പറയുന്ന പാട്ടുണ്ടല്ലോ, ചേച്ചി പാടി അഭിനയിച്ച പാട്ടാണ്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 12 പ്രാവശ്യം ലക്ഷ്മിയെ വിളിച്ചിട്ടുണ്ട്. 12 പ്രാവശ്യം ലക്ഷ്മി സുഖമാണോ സുഖമാണോ സുഖമാണോ, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമയമാണ്. അത്രയേറെ ആത്മബന്ധത്തോടെ ലക്ഷ്മിയെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് ലക്ഷ്മി ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ കമ്പോസ് നിർത്തും. അത്ര ആത്മാർത്ഥതയോടെ ആണ് ഈ പാട്ട് ചെയ്യുമ്പോഴും തൻ്റെ നേർവാദിയെ അയാൾ കൊണ്ടാടിയത്. വല്ലാത്ത സിംപ്ലിസിറ്റിയുള്ള, പെട്ടെന്ന് സങ്കടം വരുന്ന, ചിലപ്പം വൈകിട്ടോ ഇന്ന് മൂഡ് ഔട്ടാണ്, ഇന്നൊന്നും ചെയ്യാനൊക്കില്ല എന്ന് പറയുന്ന പിണങ്ങുന്ന പച്ചയായൊരു മനുഷ്യനാണ്. ബാലുവിനെ വളരെ വളരെ സ്നേഹത്തോടെയാണ് ഈ സമയത്ത് ഓർക്കുന്നത്. ബാലു ഉണ്ടായിരുന്നെങ്കിൽ കുറേ നല്ല പാട്ടുകൾ ഉണ്ടാകുമായിരുന്നു. 10 പാട്ടുകളാണ് ഈ പറയുന്ന ഹാർട്ട് ബീറ്റ്സ് എന്ന ആൽബത്തിൽ. അതിൽ കാർത്തിക്കും അതുപോലെ തന്നെ ചിത്ര ചേച്ചിയൊക്കെ പാടിയ നല്ല പാട്ടുകളുണ്ട്. ചേച്ചി തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത വേറൊരു ആൽബമാണ് മൽഹാർ. അതൊരു മലയാളം ആൽബമാണ്, മലയാളം ഗസലാണ്, വിശ്വജിത്തിൻ്റെ ഈണമാണ്. ചേച്ചിയും ഹരിഹരൻ സാറും കൂടിയാണ് അത് പാടിയത്. മയിൽപീലി ഞാൻ തരാം മറക്കാതിരിക്കാനായി എന്ന് പറയുന്ന പാട്ടുണ്ടതിൽ. ഈ പാട്ടുകൾ ഈ 1-2 ഓർക്കുന്നുള്ളൂ. ഇതിനേക്കാൾ നല്ല പാട്ട് അതിൻ്റെ തൊണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയിട്ടുണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ ന്യൂനതയാണെങ്കിലും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല പാട്ട് വേറെയൊക്കെ ഉണ്ടെന്ന് പറയും ചിലവർ. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണെന്ന് പറയുന്നത് ഇഷ്ടമാണെന്ന ആൽബത്തിൽ ആ പാട്ടിനേക്കാൾ നല്ല പാട്ടുകൾ വേറെയുണ്ട്. അവസാനത്തെ പാട്ട് മോഹൻലാൽ സാറും അഭിരാമിയും കൂടെ പാടിയ സ്നേഹം പൂക്കും ഈ സന്ധ്യാനേരത്ത് എന്നൊരു പാട്ടുണ്ട്. മകരമഞ്ഞൻ മുഖപടങ്ങൾ മെല്ലെ എഴിയുമ്പോൾ എന്ന് പറയുന്ന സുജാത പാടിയ പാട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നല്ല പാട്ടുകൾ അങ്ങനെ ഉണ്ട്. പക്ഷേ പല പാട്ടുകളും ഞാൻ പോലും മറന്നുപോയിട്ട് ചിലരിങ്ങനെ ഓർമ്മിക്കും, ഇന്ന പാട്ട് നല്ലതാണല്ലോ. ഈ ചതുരംഗത്തിലെ പാട്ടും അതുപോലെയാണ്. നീലാമ്പലല്ലേ എന്ന പാട്ട്
സിനിമയിൽ ഇല്ലാതെ പോയിട്ടും ഒരുപാട് പേര് താലോലിക്കുന്നൊരു പാട്ടാണത്. രാജീവേട്ടൻ്റെ പാട്ടെഴുത്ത് തുടരട്ടെ, എല്ലാ പാട്ടുകളിലും ഇത്തരത്തിലുള്ളൊരു കവിത്വവും കൂടെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ്. എപ്പോഴും അത് നടക്കില്ല, അതെ, എപ്പോഴും അത് നടക്കാറില്ല, പലപ്പോഴും അതിന് വിമർശനമൊക്കെ ഉണ്ടാവും. അതെ. പക്ഷെ പാട്ടെഴുത്ത് വേറൊരു സൂത്രമാണ്. ആ സൂത്രം പലപ്പോഴും നമ്മൾ പരമ്പരാഗതമായി നിർവചിക്കുന്ന രീതിയിൽ എല്ലാ താഴകാഴങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ശഠിക്കേണ്ട കാര്യമില്ലാത്തതാണ്. പാട്ടൊക്കെ മാറി. പക്ഷേ ഇത് ഒരു മഹത്തായ കവിതയേക്കാൾ സാധ്യതയുള്ള ഒരു 12 വരിയാണ്. നന്ദിയുണ്ട് സംസാരിക്കുന്നത്.